ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നത്തെ ഈ ഒരു മാച്ചിനുണ്ടല്ലോ ഒരു കിടിലം പോലത്തെ ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഗൈസ്, നമ്മുടെ OP ഗൺ ഏതാണെന്ന് ഞാൻ കണ്ടുപിടിച്ച ഒരു കിടിലം പോലത്തെ ഒരു മാച്ച് തന്നെയായിരുന്നു കേട്ടോ. എന്താ ഗൈസ്, നമ്മുടെ കൂടെ നമ്മുടെ കിടിലം പോലത്തെ സ്കോഡും ഉണ്ട്. നമ്മൾ നേരെ ഇറങ്ങാൻ വേണ്ടി പോകുന്ന മിഡിലേക്കാണ് കേട്ടോ. നമ്മുടെ കൂടെ നോക്കുന്ന സമയത്ത് മാപ്പിനകത്ത്, അതായത് ഒരു മിനി മാപ്പിനകത്ത് നോക്കുന്ന സമയത്തുണ്ടല്ലോ ആരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുഴപ്പമില്ല, ആരും ഒന്നുമില്ല. നന്നായിട്ട് തന്നെ ലൂട്ടിയിട്ട് പയ്യെ ഗണ്ണൊക്കെ എടുത്ത് പയ്യെ പോകുമെന്ന് ഇറങ്ങി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയത് P90 ആയിരുന്നു. ഈ തേങ്ങാ സാധനം എനിക്ക് വേണ്ട ഗൈസ്. ഓക്കെ, സീരിയസ്ലി പറയുകയാണെങ്കിൽ ഇത് നല്ല അത്യാവശ്യം 60 ബുള്ളറ്റൊക്കെ നൈസായിട്ട് ഗസ് കിടിലം പോലത്തെ നല്ല വലിയ മാഗസിൻ ഉണ്ട്. പക്ഷേ ഗസ് ചില അടിയൊന്നും കൊള്ളത്തില്ല. അതെനിക്ക് ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ആ ഒരു ഗണ്ണൊന്നും വേണ്ട, ഒന്ന് തപ്പിയിട്ട് കിടിലം പോലത്തെ ഒരു ഗണ്ണ്, ഒരു വെറൈറ്റി ഗണ്ണ് വെച്ച് നമുക്ക് ഈ ഒരു മാച്ച് കളിക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ മാച്ചിനകത്ത് ലൂട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്നാലും ഗേസ്, ഞാൻ വേറൊരു കാര്യം ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് ഗേസ് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാര്യമുണ്ടല്ലോ, ഇനി അങ്ങോട്ട് നടക്കാൻ വേണ്ടി പോകുന്ന കാര്യം എന്ന് വെച്ചാൽ വേറെ ലെവൽ വിഷയമായിരിക്കും. അതായത് ഗേസ്, ഇപ്പം ഞാൻ എടുത്ത VSS ഇല്ലേ, ഇതാണ് ഗേസ് എൻ്റെ OP വാല ഗണ്ണ് കേട്ടോ. എന്തായാലും ഈ ഒരു ഗണ്ണ് എടുത്ത് കാണാൻ ഞാൻ സിജോച്ചേട്ടനോട് പറഞ്ഞു, സിജോച്ചേട്ടാ എൻ്റെ ആ ഒരു ഗണ്ണങ്ങ് അപ്പാക്കിക്കോ. കാര്യം ഇപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ സ്കൂളിലെ സിജോച്ചേട്ടനാണ് ഇപ്പോൾ കറൻ്റ്ലി ആ ചുറ്റിക വെച്ച് നടക്കുന്നത്. ഞാൻ എൻ്റെ സ്കില്ല് മൊത്തത്തിലൊന്ന് മാറ്റിയായിരുന്നു, ബോൺഫയർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം എൻ്റെ ഗെയിം പ്ലേ സ്റ്റൈൽ മാറുന്ന സമയത്ത് നമ്മുടെ ലോഡൗട്ട് മാറ്റല്ലോ, അതിന് വേണ്ടി മാത്രം കേട്ടോ. എന്തായാലും തൊട്ടുകൊണ്ട് നോക്കുമ്പോഴത്തേക്കും ഒരു എനിമി ഉണ്ടായിരുന്നു. അവനെ നമ്മുടെ ആ ഒരു MP40 വെച്ച് അടിച്ച കിട്ടിലും പോലെ അടിയായിരുന്നു. അതിന് ശേഷം നോക്കുമ്പോഴത്തേക്കും ടീംമേറ്റ് ഇപ്പോൾ രക്ഷിക്കാന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകലായിരുന്നു. ഞാൻ അവനെ പുറകെ തുരത്തി പിടിച്ച് അടിച്ച് അവനെ ഉറക്കി കേസ്. ഏത് അടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിൻ്റെ കൂടെ കേസ് നമുക്കുണ്ടല്ലോ ഐറസിൻ്റെ പവറും ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല കേസ്, നമ്മൾ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റിലെ കേസ്, ആ ഒരു പാറ്റ എന്നൊക്കെ പറയുന്നത്, ആ സാധനവും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ എനിമിനെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാനും എളുപ്പമായിരുന്നു കേട്ടോ. ആ ഒരു കില്ലെടുത്ത് നോക്കുമ്പോഴത്തേക്ക് കേസ് നമുക്ക് 2 കില്ലാണ് ഇപ്പോൾ കറൻ്റ്ലി അവിടെ സെറ്റായിട്ടുള്ളത്. അതിനുശേഷം കേസ് ഈ കില്ലൊന്നും പോരാ, ഇത്രയും ഒരു OP ഗണ്ണ് വെച്ചിട്ട് നല്ല, ഞാൻ എടുത്ത സമയത്ത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല നല്ല OP സാധനമായിരിക്കുന്നു. സോ അത് ചില മാച്ചസ് അങ്ങനെയാണോ കേസ്, ചില ഗണ്ണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷയമായിരിക്കും. പക്ഷേ അടുത്ത മാച്ചിൽ അതേ ഗണ്ണ് എടുക്കുന്ന സമയത്ത് നമ്മളെ പട്ടിയാകുന്ന പോലെ ചാവുകയും ചെയ്യും കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഓപ്പുള്ളൊരു എനിമി ഉണ്ടായിരുന്നു. അവൻ ഐറസിൻ്റെ പവർ യൂസ് ചെയ്ത് ഗ്ലൂവാണിലൂടെ അടിച്ചങ്ങ് നോക്കെടുത്ത് അവനെ കംപ്ലീറ്റ് ആക്കിയത്തേക്ക് താഴെ നമ്മുടെ ടീമേറ്റ് നല്ല കിടിലം പോലത്തെ ഒരു ഫൈറ്റ് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അങ്ങോട്ടും കൂടെ കയറി അവരെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ നൈസ് കേസ് അങ്ങോട്ട് പോകുന്ന സമയത്ത് അവനെ റിവൈവിങ് വീടിനകത്ത് കയറിയിരുന്ന് മാസ് കാണിക്കുന്നു. ആ എനിമി അവനെ നമ്മൾ വിടുവോ? നൈസ് കേസ് നമ്മുടെ ടീമേറ്റ് ഒക്കെ നൈസ് ഉണ്ടല്ലോ അങ്ങോട്ട് പയ്യെ അങ്ങോട്ട് പുഷ് ചെയ്യുന്നുണ്ട്. ഞാൻ ബാക്കിലേക്കാണ് നോക്കിയത്. കാര്യം ഉണ്ടല്ലോ, ഞാനിപ്പോൾ കറൻ്റ് കളിക്കുന്നത് ആ ഒരു ലോങ് റേഞ്ച് സപ്പോർട്ടാണ് ഞാൻ കറൻ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. കാര്യം നമ്മുടെ ടീമേറ്റ്സ് ഒക്കെ മുമ്പിൽ കളിക്കും. സോ ബാക്കിൽ നിന്ന് ഒരു എനിമി വന്ന് അടിക്കാൻ വേണ്ടി പാടില്ലല്ലോ. അതുകൊണ്ട് മാക്സിമം ആ ഒരു സപ്പോർട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ അത്യാവശ്യം ഫോറസ്കോപ്പ് ഇൻബിൽഡ് ആയിട്ടുള്ള ആ ഒരു VSS കൂടെ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് ഇതിന് മാത്രം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഗണ്ണ് എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. ഒഫീഷ്യലി ഞാൻ പറയുവാണെങ്കിൽ ഒരു സപ്പോർട്ടർ എന്നൊരു പ്ലെയർ, ആ ഒരു ലെവലിൻ്റെ കളിയാണ് ഞാൻ ഇപ്പോൾ കറൻ്റ് നിങ്ങൾക്ക് ഈ ഒരു മാച്ചിനകത്ത് കാണാൻ വേണ്ടി പോകുന്നു കേട്ടോ. എന്തായാലും നമ്മുടെ ടീമേറ്റ് നൈസായിട്ട് ആ വീടിനകത്തേക്ക് റഷ് ചെയ്ത് കയറുന്നുണ്ട്. അവിടെ ഓൾറെഡി സ്കോഡ് നൈസായിട്ട് കേസ് അവന്മാർ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അവന്മാരെന്തായാലും ഇനി വരാൻ വേണ്ടി പോകുന്നത് ആ മണ്ടക്കത്തെ ഗിളിവിൻ്റെ 2ാമത്തെ നിലയിലെ കേസ്, അതിൻ്റെ മണ്ടയ്ക്ക് കയറി ആ ഒരു ഓട്ടയിൽ കൂടെ താഴെ ചാടും എന്നാണ് എൻ്റെ വിചാരം. സോ അതിനുവേണ്ടി ഉണ്ടല്ലോ അങ്ങോട്ട് തന്നെ സ്കോപ്പ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. കുറച്ച് ഡാമേജ് കൊടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ആ ഒരു സമയത്ത് നോക്കുമ്പോഴത്തേക്കും ടീമേറ്റ് അവിടെ ചത്ത് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കാട്ടുവാഴയാണെങ്കിൽ എന്നെ വിട്ടില്ല, ഒരു വെടിയല്ലാതെ ഞാൻ വെച്ചിട്ടുള്ളൂ, കൂടുതലൊന്നും ഞാൻ വെച്ചിട്ടില്ലല്ലോ. പിന്നല്ല, അത്രയും അടി കൊണ്ടുകൊണ്ടിരുന്ന കേസാക്കി അവന്മാരെ വിട്ടിട്ട് ഇത്രയും ദൂരമുള്ള എന്നെ അടിക്കാം. അവൻ പറ്റേ ആ ഒരു മനസ്സുണ്ടല്ലോ കേസ്, അവൻ്റെ മനസ്സാരും കാണാണ്ട് പോയല്ലോ കേട്ടോ. എന്തായാലും അവൻ ആ പൂച്ചാണ്ട് നമ്മൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. സോ അതങ്ങ് അടിച്ച് പൊട്ടിയതിന് ശേഷം നമ്മുടെ ടീമേറ്റ് AK ഉണ്ടല്ലോ ഇറങ്ങാൻ ഒരു അവസരവും കൂടെ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം നോക്കുവാണെങ്കിൽ അവൻ്റെ പെട്ടി തൊട്ടിവിടെ കിടപ്പുണ്ട്. സോ ആ ഒരു പെട്ടിയുള്ള സമയത്ത് അവിടെ തന്നെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നല്ല കിടിലം പോലത്തെ ഗണ്ണ് കിട്ടത്തില്ലേ, അവൻ്റെ ഗണ്ണ് തന്നെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷയമാരും കിട്ടില്ലേ. നിങ്ങൾ ഓർക്കത്തില്ല കേസ്, കഴിഞ്ഞ ദിവസത്തെ മാച്ചിനകത്ത് ഞാൻ എൻ്റെ അതേ സെയിം പെട്ടിക്കകത്ത് ഇറങ്ങിയിട്ട് കിടിലം പോലത്തെ മാച്ച് കാണിച്ചത് അതെനിക്ക് ഓർമ്മ വന്നു കേട്ടോ. എന്തായാലും നമ്മുടെ ടീമിലെ 2 പേരോട് ഡൗൺ ആണ്. നോക്കുമ്പോഴത്തേക്ക് തൊട്ട് കുറയുന്നുണ്ടല്ലോ എൻ്റെ ആ ഒരു ഇൻസെക്റ്റ് പോയിട്ട് ഒരു എനിമിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ ഇട്ടിട്ടില്ലായിരുന്നെങ്കിൽ സത്യം അടിക്കാൻ ആ എനിമിനെ നമ്മൾ കാണത്തില്ലായിരുന്നു കേട്ടോ. എന്തായാലും അവൻ ആ ചെറിയ വീടിനകത്ത് കയറി കിടപ്പുണ്ട്. അവനെ എങ്ങനെ പുഷ് ചെയ്യുന്നു ഞാൻ കാണിച്ചില്ല കേസ്. ആകും തന്നെ ഉണ്ടല്ലോ നമുക്ക് ഒരു 43 ഡാമേജ് അങ്ങ് കൊടുക്കാം. അതിനുശേഷം കേസ് അവനോട് ഗ്ലൂ ആൾട്ട് വെക്കുന്നു. എൻ്റെ മുമ്പിലോ ഗ്ലൂ ഓളോ മാറി നിൽക്കടാ. ആ ഒരു VSS എടുത്ത് കേസ് കിടിലം പോലത്തെ ഹെഡ് അടിച്ച് അവനെ അങ്ങ് നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് കില്ല് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകും. അത് വാങ്ങാനും രക്ഷപ്പെടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഷ്ടപ്പെടുത്താൻ കില്ലാണേ, അതങ്ങ് മിസ്സാക്കാൻ വേണ്ടി വരത്തില്ലല്ലോ. സോ നൈസ് കേസ് അവനെ ഉണ്ടല്ലോ നല്ല കിടിലം പോലത്തെ ഡാമേജ് കൊടുത്തിട്ട് ചത്തില്ലേടാ നീ ചത്തോ. എന്തായാലും കേസ് ആ ഒരു കില്ല് നമ്മളവിടെ സെക്യൂർ ആക്കി സെറ്റ് ആക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കേസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ടീമേറ്റ് അവിടെ 2 പേര് ഡൗൺ അല്ലേ. സോ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ നേരെ മാക്സിമം ഉണ്ടല്ലോ കില്ലെടുക്കാൻ നോക്കാതെ നമ്മുടെ ടീമേറ്റിൽ നിന്ന് പൊക്കി വിട്ടതിന് ശേഷം മാത്രം കളി മുമ്പോട്ട് കൊണ്ടാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇപ്പോഴല്ലേ കില്ല് കിട്ടിയ. എന്തായാലും കേസ് ആ ഒരു കില്ലിന് ഒരു ലൈക്ക് തന്നേ പറ്റത്തുള്ളൂ. പിന്നെ മാത്രമേ കേസ് താഴെ നോക്കുന്ന സമയത്ത് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. മാക്സിമം ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീഡിയോ കുറേ ആൾക്കാരിലേക്ക് എത്തുന്നതായിരിക്കും കേസ്. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഞാൻ പാവല്ലേ. എന്തായാലും നമ്മുടെ അടുത്ത് അത്യാവശ്യം കോയിലുകളൊക്കെ ഉള്ളതുകൊണ്ടും എൻ്റെയും അത്രയും കോയിലുള്ളൂ തോന്നുന്നു. സോ നമ്മുടെ ടീമിനെ നൈസ് അടങ്ങ് പൊക്കി വിട്ടുണ്ടായിരുന്നു കേട്ടോ.
നമ്മുടെ ടീമേറ്റിനെ പൊക്കാതെ ബാക്കി ഇപ്പോൾ ഒരു 10 എനിമിനെ കാണും പഴം പോലെ നിൽക്കുവാണെങ്കിൽ പോലും അടിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു സ്കോഡ് പ്ലെയറിന് പറ്റിയൊരു പരിപാടി അല്ല കൈ, സത്യം പറയാലോ, അത് അത്ര ശരിയുള്ള പരിപാടി അല്ല കേട്ടോ. എന്തായാലും നമ്മുടെ ടീമേറ്റ് മണ്ടയ്ക്ക് തന്നെ പറയുന്നുണ്ടായിരുന്നു ഒരു എനിമി പറന്നിറങ്ങുന്നുണ്ട്, അവരുടെ കൂടെ തന്നെ ഇറങ്ങുന്നുണ്ട്, ആ ഡ്രോപ്പിനടുത്തേക്കാണ് പോയി ഇറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ആ കോളിൻ്റെ ബലത്തിലുണ്ടല്ലോ ഒരു കാട്ടുവാടനെ അവിടെ അങ്ങ് അടിച്ച് ഉറക്കിയിട്ടുണ്ടായിരുന്നു. ഏക്കടയിലിരിക്കുന്നുണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്താണ് കാർ98 ആണ് ഇപ്പോൾ കിടിലം പോലെ അടിക്കാൻ വേണ്ടി പറ്റുന്ന കണ്ടല്ലോ. സോ അതുകൊണ്ട് ഡാമേജ് വന്നു, ഞാൻ അവനെ കംപ്ലീറ്റ് ആക്കി. അതാണ് കേസ് നമ്മുടെ ഈ ഒരു മാച്ച് ഉണ്ടല്ലോ ഒരു പെർഫെക്റ്റ് കോർഡിനേഷൻ കാണാൻ വേണ്ടി പറ്റും ഗേസ്. AK മീ ഗെയിമർ ആ ഒരു കോംബോ നിങ്ങൾക്ക് ഈ ഒരു മാച്ചിനകത്ത് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. വന്നിറങ്ങിയ വാടക കേസ് നമ്മുടെ സരസൂര് ഉണ്ടല്ലോ ഒരു എനിമിയാണെങ്കിൽ 1v1 കൊണ്ടിട്ടുണ്ടായിരുന്നു. അവൻ വരാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, വാടാ വാ നീ എൻ്റെ സരസൂര് അടിച്ചിട്ട് ഇവിടെ 2 കാലം നിൽക്കുമെന്ന് തോന്നുമ്പോൾ അടിച്ച് കേസ് തുറക്കാൻ നോക്കുമ്പോഴത്തേക്കും ആ ഒരു AKയും ഞാനും ഉണ്ടല്ലോ അവനെ നൈസായി ഏസ് അസിസ്റ്റ് എന്നൊക്കെ കാണിക്കുന്നു. എന്തൊക്കെയാ പറയണ്ടേ, നൈസ് കേസ് അവനോട് കംപ്ലീറ്റ് ആക്കി നോക്കുമ്പോഴത്തേക്കും മൊത്തമുണ്ടല്ലോ നമുക്ക് ഈ ഒരു മാച്ചിനകത്ത് 5 കില്ല് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടീമേറ്റിനെ പൊക്കി ഉണ്ടെങ്കിൽ പിന്നെയും നോക്കുമ്പോഴത്തേക്കും നമ്മുടെ 2 പേര് പിന്നെയും ഡൗൺ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാനും സ്ഥലത്തും കൂടെ നേരെ ഉണ്ടല്ലോ, ഞാനും AKയും കൂടെ നേരെ ഉണ്ടല്ലോ ആ ഒരു പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രേവിയേഡിലേക്കാണ്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ പൊക്കാൻ അവിടെ എനിമി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഉണ്ടല്ലോ നമ്മളെ ഇൻസെക്ട് ഇട്ടു നോക്കുമ്പോഴത്തേക്കും അത് നേരെ ഏതോ കാട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായി ഇവിടെ എനിമി ഉണ്ട്, നമ്മൾ മാത്രമല്ല കൂടെ ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. സോ പൊക്കി വിട്ടതിന് ശേഷം ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ നല്ല പെർഫെക്റ്റ് കവർ എടുത്ത് നമ്മൾ സെറ്റായിട്ട് നിൽക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു മാച്ച് പിടിച്ച് നിൽക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ. ഇവിടെ നിന്നൊക്കെ ഏതിലൂടെയൊക്കെ ഏത് ഓട്ടയിൽ കൂടെയൊക്കെ ആൾക്കാർ നമ്മൾ അടിക്കും നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും നോക്കിയത് കേസ്. ഓക്കെ, വീട് പിടിക്കാതെ വീടിൻ്റെ മേലെ കയറി നിൽക്കുവാണെങ്കിൽ ഉണ്ടല്ലോ 360 ഡിഗ്രിയിൽ എവിടെ വന്നാലും എനിമി ആയിരിക്കും. സോ അടിച്ചുറക്കാന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും വണ്ടി എടുത്തേക്ക് ഒരുത്തും പോകുന്നുണ്ട്. AK കയറുവായൊക്കെ നമുക്ക് മണ്ടക്കിരുന്ന് കില്ല് വാരാന്നൊക്കെ പറയുമ്പോഴത്തേക്കും AK കാർ98 വിട്ടുണ്ടല്ലോ നേരെ ഈ റൂഫ് ടോപ്പിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവനുള്ള ധൈര്യത്തിൽ നൈസായിട്ട് ഞാൻ നേരെ ഉണ്ടല്ലോ ഓപ്പൺ തന്നെ നിന്നിട്ട് അത്യാവശ്യം എനിമീസിനെ നോക്കുന്നുണ്ട്. എവിടെ ഉണ്ടെങ്കിലും കുറച്ച് ഡാമേജ് കൊടുത്താൽ മതി, കാര്യം ബാക്കിയൊക്കെ AK നോക്കിക്കോളും എന്നൊരു ധൈര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. നൈസ് കാട്ടി ഈ സമയത്ത് നോക്കുവാണെങ്കിൽ 21 പേര് സ്റ്റിൽ അലയവാണ്. ഇപ്പോഴും ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇത്രയും പറഞ്ഞിട്ട് ലൈക്ക് ചെയ്തില്ല, നാളെ വലിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാം. ഞാൻ ഇത്ര ചോദിക്കുന്നില്ല, ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ കാണും കേട്ടോ. എന്തായാലും ആ ഒരു സമയത്ത് ഞാൻ ഇൻസെക്റ്റ് പിന്നെ ഇട്ട് കേസ്. ആ ഇൻസെക്റ്റ് എങ്ങോട്ടാ പോകുന്നതെന്ന് കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എനിമിനെ സ്പോട്ട് ചെയ്യാൻ പറ്റൂല. അത് കിട്ടില്ല സാധനം, കുറച്ച് നാളും കൂടി ഉണ്ടാകത്തുള്ളൂ എന്ന് ഓർക്കുമ്പോൾ ചെറിയൊരു വിഷമം അത് മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. തൊട്ട് മുമ്പ് നോക്കുമ്പോഴത്തേക്കും താണ്ട് കേസ് ഓപ്പണിൽ ഒരു എനിമി ഉണ്ടായിരുന്നു. നമ്മുടെ ആയിരത്തിൻ്റെ പവർ യൂസ് ചെയ്ത് നല്ല കിടിലം പോലെ അടിച്ച് എൻ്റെ അമ്മ അവൻ ഗ്ലൂവാളൊക്കെ എത്ര ഇട്ടെ നൈസർ കേസ് അവനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് കേസ് AK ഊച്ചാനിട്ട് അവനെയും കൂടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുവരെ തൊട്ടെടുത്ത് നല്ല കിടിലം പോലെ അടി കേസ് എൻ്റെ നിൽക്കുന്ന നല്ല ഓട്ട വേണമെന്ന് പറയാമല്ലോ അമ്മാതിരി അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കേസ് കുഴപ്പമില്ല, നമ്മൾ ഇവിടെ ഇറങ്ങാൻ വേണ്ടി നോക്കുന്നില്ല കേട്ടോ. ഇവിടെ തന്നെ ഹോൾഡ് ചെയ്താൽ മാത്രമേ അത്യാവശ്യം നല്ല സ്ഥലം പിടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. പക്ഷേ ഇനി മേളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല മൊത്തം ചുറ്റിനും അടി കിട്ടും. സോ ആ ഒരു കാര്യം എനിക്ക് മനസ്സിലായപ്പോഴത്തേക്കുണ്ടല്ലോ ആദ്യം കില്ലെടുത്ത സ്ഥലമല്ല കേസ് അവൻ്റെ ടീമേറ്റ് നൈസായിട്ട് കയറി വന്നിട്ടുണ്ടല്ലോ അവനെ റിവൈവ് അല്ല അവൻ്റെ തന്നെ ലൂട്ട് അവൻ തന്നെയല്ലേടാ അവൻ. നിങ്ങളെ പേരും ശ്രദ്ധിച്ചേ, ആദ്യം ഞാൻ അതേ സെയിം സ്ഥലത്ത് നിന്ന് കൊന്ന അവൻ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഞാൻ അത് ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും മെഡിക്കറ്റ് യൂസ് ചെയ്തിട്ട് അതേ സമയത്ത് തന്നെ ഇൻസെറ്റ് കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഇനി ഒരു സമയത്ത് നമുക്കുണ്ടല്ലോ അവിടെ ഉള്ളവരെ അടിച്ച് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. നൈസർ കേസ് പിന്നെയും ആയുധത്തിൽ നോക്കുമ്പോഴത്തേക്കും അതേ സെയിം സ്ഥലത്ത് നിന്ന് പിന്നെ എനിമിയും കിട്ടി കേസ്. എൻ്റെ മോനെ അവിടെ 2 പേരുണ്ട്, അവർക്ക് നല്ല കിടിലം പോലെ ഡാമേജ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ 2 പേര് കേസ് 2 പേരെയും അവിടെ അടിച്ച് ഉറക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് തന്നെ സപ്പോർട്ട് ചെയ്ത് AKയാണ്. AKയുടെ കാർ98 അതേപോലെ കേസ് ആ പൂച്ചാണ്ടിൻ്റെ പവറും വേറെ ലെവൽ തന്നെ കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മുടെ കിടിലം പോലത്തെ ഒരു ടീം കോർഡിനേഷൻ കൂടെ ഇന്നത്തെ ഒരു മാച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ മാത്രമേ കേസ് നമ്മുടെ 1 ഓഫ് ദി ബെസ്റ്റ് OP വേറെ ലെവൽ ഗണ്ണില്ലേ VSS, അതും വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. പിന്നെ ചുമ്മാ അങ്ങ് VSS യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ ഡാമേജും അതേപോലെ കേസ് ഇത്രയും കുറച്ച് എന്താണ് OP കളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. നിങ്ങൾ ആ സ്കില്ലും കൂടി ഒന്ന് നൈസായിട്ട് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഓൾറെഡി പ്രോ പ്ലേയേഴ്സ് ആണല്ലോ, നിങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്കറിയാം. എന്നാലും ഞാൻ പറഞ്ഞ എനിക്ക് ഈ ഗെയിമിലൊക്കെ ഇപ്പോൾ പിടിച്ച് നിൽക്കണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ്. പണ്ടത്തെ പോലെ ഒന്നല്ല, ഇപ്പോൾ കളിയൊക്കെ കുറഞ്ഞു പോയി കേട്ടോ. എന്തായാലും തൊട്ട് മുമ്പ് താഴേക്ക് നോക്കുന്ന സമയത്ത് കിടിലം പോലത്തെ എനിമീസ് ചുറ്റും എനിമിയാണ്, എവിടെ തിരിഞ്ഞാൽ എനിമിയാണ്. അതുകൊണ്ട് അവിടെ എവിടെ കൊല്ലണം എന്നുള്ള ഡൗട്ടിലാണ് ഞങ്ങൾ കരളിൽ നിന്നുകൊണ്ടിരുന്നത് കേട്ടോ. എന്തായാലും തൊട്ട് പുറകിലുണ്ടോ നോക്കുമ്പോഴത്തേക്കും ഒരുത്തരാണെങ്കിൽ ഗ്ലൂവാളിൻ്റെ കവർ എടുത്ത് വെക്കുന്നു, പിന്നെ മരത്തിൻ്റെ കവർ എടുത്ത് വെക്കുന്നു. മരത്തിൻ്റെ കവറൊക്കെ എടുത്ത് നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഈ സമയത്ത് കേസ് മറ്റേ ചുമന്ന ഗണ്ണില്ല ചെറുത്, അത് ഞാൻ കൈലുണ്ടെങ്കിൽ അവനെ നിർത്തി അങ്ങ് കരികയായിരുന്നു എന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ. അവൻ പുറത്ത് വരുന്നോളം വരെ നൈസായിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു കില്ലും കൂടെ എടുത്ത് നമുക്കുണ്ടല്ലോ 9ാമത്തെ കില്ലും കൂടെ നമുക്ക് ഈ ഒരു മാച്ചിൽ എടുക്കുക ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവനാണ് ഓപ്പണിൽ ഓടുന്നു. അവനെ വേറെ ഏതൊരു കാട്ടുവാഴ അടിച്ചു വന്നിട്ട് എൻ്റെ കില്ല് ഏതവനവിടെ കുമ്മിനടിച്ചുകൊണ്ട് പോയേ. ഇതിനും വലിയ ദുരന്തം പിടിച്ച അവസ്ഥ വേറെ എന്താണ് കേസുള്ളത്? ഓക്കെ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഡാമേജ് കൊടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വേറെ ആരെങ്കിലും നമ്മുടെ കില്ല് നക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വിഷമാവില്ല. എനിക്ക് നല്ല വിഷമാവും കേട്ടോ. തൊട്ട് കാണാൻ നോക്കുമ്പോഴത്തേക്ക് ഒരുത്തം പറന്നിറങ്ങി. ആ പറന്നിറങ്ങിയവൻ എൻ്റെ സ്കോപ്പ് പോകാത്ത എൻ്റെ മോനെ. ആ ഇറങ്ങിയ വാടാനുണ്ടല്ലോ ആ കാട്ടുവാഴയ്ക്ക് ഏതോ ഒരു കാട്ടുവാഴ നൈസായിട്ട് പൂച്ചാണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അവർ വെച്ച് ഡാമേജ് കൊടുക്കാൻ പറ്റിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്തായാലും സോൺ വരുന്നുണ്ട്, ഈ റൂഫ് ടോപ്പിൽ നിന്ന് ഇറങ്ങണം. സോ അത്യാവശ്യം മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് എനിക്ക് സോണിലേക്ക് ഓടി ജീവനും കൈ പിടിച്ച് ഓടാൻ പോകുമ്പോഴത്തേക്ക് ഇവിടെ കാരണം ഗ്ലൂവാൾ കൊണ്ടിട്ട് എന്തായാലും ആ ഗ്ലൂവാളിൽ പെട്ട് നൈസായിട്ട് ഞാൻ ഡൗൺ ആയാനായിരുന്നു. സോ ഒന്ന് മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്ത് ലൈഫൊക്കെ സെറ്റ് ആക്കിയിട്ട് ലാസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് 6 ആൾക്കാർ മാത്രമേ അലവുള്ളൂ. അതിനകത്ത് 4 പേര് നമ്മുടെ തന്നെയാണ് കേട്ടോ. ഞാൻ അവിടെ ഇൻസെക്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻസെക്ട്
കിട്ടിയിട്ടുണ്ടല്ലോ നൈസ് ഗേസ് ഏതോ എനിമീനെ കൊണ്ട് വൈപ്പ് ചെയ്ത് ഗേസ് ഏതാ ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ ലെവലായിരിക്കും കേട്ടോ. ലാസ്റ്റുള്ള ആ ഒരു എനിമിയും കൂടെ ഞാൻ BSS അടിച്ചിട്ട് കിട്ടിലും പോലത്തെ പോയാൽ നമുക്ക് ഈ ഒരു മാച്ചിനകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഗേസ് ഇന്നത്തെ ഒരു മാച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗേസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അത് മാത്രമല്ല ഗേസ് മാച്ച് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ കാര്യം മറക്കരുത് ഗേസ്, ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നല്ലൊരു കിടുക്കും പോലത്തെ വേറെ ലെവൽ വീട്ടണം. അതൊക്കെ ബൈ ഗൈസ്.